കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 15 ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാനാണ് നഗരസഭയുടെ തീരുമാനം. കട്ടപ്പന നഗരത്തിലെ ജനത്തിരക്കേറിയ പ്രദേശങ്ങളിലൊന്നാണ് പഴയ ബസ് സ്റ്റാൻഡ്. എന്നാൽ സ്റ്റാൻഡിൽ രൂപപ്പെട്ട ഭീമൻ ഗർത്തങ്ങൾ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. തുടർന്ന് നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നു. ഇതേ തുടർന്നാണ് നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വകയിരുത്തി നവീകരണ പ്രവർത്തനം നടത്തുന്നത്. കട്ടപ്പന നഗരസഭയിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. 2024-25 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി 10 ലക്ഷം രൂപ മുടക്കിയാണ് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടായ താമസം കൊണ്ടാണ് പണി അല്പം വൈകിപ്പോയത്. സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയാക്കി പഴയ സ്റ്റാൻഡിൻ്റെ മെയിൻ്റനൻസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പണി പൂർത്തിയാക്കി 15 ദിവസം കൊണ്ട് സ്റ്റാൻഡും ചാനൽ കൂടിയുള്ള റോഡും തുറന്നു കൊടുക്കാനായിട്ടാണ് തീരുമാനം. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുണ്ടായ കാലതാമസമാണ് നിർമ്മാണ പ്രവർത്തനം വൈകാൻ കാരണം. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി 15 ദിവസത്തിനകം പഴയ ബസ് സ്റ്റാൻഡും സ്റ്റാൻഡിലൂടെയുള്ള പാതയും തുറന്നു നൽകാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പഴയ ബസ് സ്റ്റാൻഡിലെ ഗർത്തങ്ങൾ മൂടുന്നതോടെ നാളുകളായുള്ള യാത്രക്കാരുടെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്.